ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിന്യസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മാർക്സിനെ പറ്റിയാണ്. മാർക്സും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആശയമായ ചരിത്രപരമായ ഭൗതിക എന്നുള്ള ആശയത്തെ പറ്റി. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റാങ്കയെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ ആ ക്ലാസ് കേൾക്കാത്തവരുണ്ടെങ്കിൽ പോയി കേൾക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഹിസ്റ്റോറിയോഗ്രഫിൻ്റെ ഈ ഒരു പ്ലേലിസ്റ്റ് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കയറി കേൾക്കാത്ത വീഡിയോസ് ഉണ്ടെങ്കിൽ കേൾക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. വളരെ ചെറിയൊരു ടോപ്പിക്കാണ് മാർക്സും ചരിത്രപരമായ ഭൗതിക എന്നുള്ള ടോപ്പിക്ക്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ഈ സമൂഹം, സമ്പദ് വ്യവസ്ഥ, ചരിത്രം എന്നിവ പഠിക്കാനുള്ള ഒരു രീതിശാസ്ത്ര സമീപനമാണ് കാൾ മാർക്സ് രൂപപ്പെടുത്തിയ ചരിത്രത്തിൻ്റെ ഭൗതിക വ്യാഖ്യാനം എന്നുള്ളത്. അതായത് ഈ ഒരു ഭൗതികത, ആ ഒരു ഭൗതികത കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മൾ ഈ ഒരു കാൾ മാർക്സ് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, സമൂഹത്തെക്കുറിച്ച് പഠിക്കുക. അതായത് സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അതുപോലെ തന്നെ സമൂഹത്തിൽ ജനങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, അതിനെക്കുറിച്ചൊക്കെ പഠിക്കുക. അതായത് ഭൗതികപരമായ കാര്യങ്ങളാണല്ലോ. അതായത് ഭൗതികത എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ, അതാണ് നമ്മൾ ഭൗതികത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഭൗതികത, അതായത് മനുഷ്യന്മാർ ചെയ്യുന്നതൊക്കെ ഭൗതികത തന്നെയാണല്ലോ. മനുഷ്യന്മാർ ജീവിക്കുന്നു, അവർ താമസിക്കുന്നു, അവർ അക്രമങ്ങൾ ചെയ്യുന്നു, അതൊക്കെ ഭൗതികത തന്നെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊരു പഠനം എന്നുള്ള രീതിയിലാണ് ഭൗതികതയെ കാൾ മാർക്സ് വികസിപ്പിച്ചെടുപ്പിച്ചത്. അതാണ് ചരിത്രത്തിൻ്റെ ഭൗതിക വ്യാഖ്യാനം കൊണ്ട് കാൾ മാർക്സ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ഈ ഒരു കാൾ മാർക്സിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, എക്കണോമിക്സ് ഒക്കെ പഠിക്കുന്ന ആളുകൾക്കറിയാം, അതായത് മിശ്ര സമ്പദ് വ്യവസ്ഥ, അതുപോലെ തന്നെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ ഒരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥേൻ്റെ ഉപജ്ഞാതാവാണ് ആര്? ഈ ഒരു കാൾ മാർക്സ് എന്ന് പറയേണ്ട ആൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു സാമ്പത്തികപരമായ കാര്യങ്ങൾ കുറച്ചും കൂടി ഊന്നൽ നൽകിക്കാണ്ടിരിക്കാരം അദ്ദേഹം കാര്യങ്ങൾ സമർത്ഥിക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, മനുഷ്യന്മാർ പല ആളുകളുണ്ട്, എല്ലാവരും ഒരേ ജോലിയല്ല ഇവിടെ ഭൂലോകത്ത് എടുക്കുക. അതായത് പല ആളുകളും വ്യത്യസ്ത രീതിയിലുള്ള ജോലികളായിരിക്കും ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ആളുകൾ എന്താവും, വലിയ ആളുകളാവും, അതുപോലെ തന്നെ കുറച്ച് ആൾക്കാർ ചെറിയ ആളുകളാവും. ഉദാഹരണത്തിന് മുതലാളിമാരുണ്ടാവും, അതേമാതിരി വലിയ സമ്പന്നരുണ്ടാവും. അപ്പോൾ അവർക്ക് കീഴിലൊക്കെ എന്താവും, ഈ സാധാ തൊഴിലാളികൾ എന്താവും, അവർക്ക് കീഴിൽ ജോലി ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു ഉൽപ്പാദന ഘട്ടങ്ങൾ, അതായത് ഈ ഒരു ഉൽപ്പാദന ഘട്ടങ്ങളെ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. അതായത് അടിമത്ത ഉൽപ്പാദന രീതി, ഫ്യൂഡൽ ഉൽപ്പാദന രീതി എന്നിങ്ങനെ മൂന്ന് രീതിയിലല്ല, രണ്ട് രീതിയിൽ. അതായത് അടിമത്ത ഉൽപ്പാദന രീതി, അതുപോലെ തന്നെ ഫ്യൂഡൽ ഉൽപ്പാദന രീതി, ഇത്തരത്തിൽ രണ്ട് രീതിയിൽ എന്താവുന്നുണ്ട്, അദ്ദേഹം ഈ ഒരു ഉൽപ്പാദന ഘട്ടങ്ങളെ വിഭജിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉൽപ്പാദന ഘട്ടങ്ങളിലുള്ള ഈ ഒരു കാര്യങ്ങൾ, അതായത് അതിൻ്റെ ഉൽപ്പന്നങ്ങൾ, ഇപ്പോൾ ഒരു ഉൽപ്പാദനം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉൽപ്പന്നം ഉണ്ടാവില്ല. അതിപ്പോൾ നെൽകൃഷി ചെയ്തു, അപ്പോൾ അതിൻ്റെ ഉൽപ്പന്നമാണെന്ത്, നെല്ല്. അപ്പോൾ അങ്ങനെ ഈ ഉൽപ്പന്നങ്ങളൊക്കെ സ്വന്തമാക്കുന്നത് മുതലാളിമാർ, അല്ലെങ്കിൽ ഫ്യൂഡൽ പ്രഭുക്കന്മാർ, അല്ലെങ്കിൽ എന്താണ്, ഈ ഒരു സമ്പന്നർ, അല്ലെങ്കിൽ ഭരണവർഗം, ഇവരൊക്കെയാണ് എന്ത്, ഈ ഒരു ഉൽപ്പന്നങ്ങൾ കൈവശം വെക്കുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായൊരു ഗ്രന്ഥമുണ്ട്, കോൺട്രിബ്യൂഷൻ ടു ക്രിട്ടിക് ഓഫ് പൊളിറ്റിക്കൽ എക്കണോമി എന്ന് പറഞ്ഞാൽ. നമ്മൾ നേരത്തെ പറഞ്ഞാണ് അദ്ദേഹം ഒരു അതായത് എക്കണോമിക്സിൽ ഒന്നുകൂടി ആഴത്തിലുള്ള പഠനം ഉണ്ടായതുകൊണ്ട് ആ രീതിയിലായിരിക്കും തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ് കോൺട്രിബ്യൂഷൻ ടു ക്രിട്ടിക് ഓഫ് പൊളിറ്റിക്കൽ എക്കണോമി എന്നുള്ളത്. ഇത് 1859 1859 ഈ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചരിത്രത്തിൻ്റെ ഭൗതിക വ്യാഖ്യാനത്തെ പറ്റി അദ്ദേഹം പരാമർശിക്കുന്നത്, അതിൻ്റെ വിശകലനം ചെയ്യുന്നത് ഈ ഒരു ബുക്കിൻ്റെ ഇൻട്രൊഡക്ഷനിലാണ്, ആമുഖത്തിലാണ് ഇതിനെപ്പറ്റി വിശകലനം ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം ആവിഷ്കരിച്ചെടുത്ത ഒരു സിദ്ധാന്തമാണ് അടിത്തറയും ഉപരിഘടനയും എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഈ ഒരു ബിൽഡിങ്ങുകളൊക്കെ നോക്കുക. ആ ബിൽഡിങ്, അതിൻ്റെ മേൽക്കൂര നിലനിൽക്കാൻ കാരണം എന്താണ്? അതിന് അടിത്തറയാണ്. അടിത്തറ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താവും, ആ മേൽക്കൂര അല്ലെങ്കിൽ അതിൻ്റെ ഉപരിഭാഗം എന്താവും, പൊളിഞ്ഞു ചാടും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലെന്താണ്, മനുഷ്യന്മാർ പല തട്ടുകളായി ജീവിക്കുമ്പോൾ അവരെന്താവണം, അങ്ങനെ അടിത്തറയിലാണെന്നുണ്ടെങ്കിലും അവരിങ്ങനെ ഉണ്ടായാലും മാത്രമേ എന്തുണ്ടാവുള്ളൂ, മുതലാളിമാരുണ്ടാവുള്ളൂ. ഉദാഹരണത്തിന് ആരും ജോലി ചെയ്യാനില്ല, അപ്പോൾ മുതലാളിമാർക്ക് സമ്പത്ത് കിട്ടൂലല്ലോ. അതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ എന്തായി, അദ്ദേഹം ഇതിന് മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. അതായത് ഒരു വികസനത്തെ, അതിപ്പോൾ വികസനങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അതിന് മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. അതായത് വൈരുദ്ധ്യാധിഷ്ഠിത വികസനം, ജൈവപരമായ ഏകത, അടിത്തറയും ഉപരിഘടന എന്നുള്ളത്. അപ്പോൾ ഈ ഒരു അടിത്തറയും ഉപരിഘടനയും അത് നമ്മൾ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് മുന്നേ പറഞ്ഞ വിഷയമാണ്. അതായത് ഈ ഒരു അടിയിലുള്ള ആളുകൾ, അതായത് അടിമകളായി പണിയെടുക്കുന്ന ആൾക്കാർ, മീൻസ് അതായത് ഒരാൾക്ക് കീഴിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവരുണ്ടായാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഈ ഒരു സമൂഹത്തിലെ ഉന്നതർ ഉണ്ടാവുള്ളൂ. അപ്പോൾ അടിയിലുള്ള ആൾക്കാരുണ്ടായാൽ സമൂഹത്തിൻ്റെ
വികസനം ഉണ്ടാവുള്ളൂ എന്ന് നമുക്ക് എന്താക്കാം ചുരുക്കി പറയാം. അപ്പോൾ ഇതിനാണ് സാമ്പത്തിക നിർണയവാദം എന്ന് പറയാം. ഈ ഒരു വാദത്തെ നമ്മൾ സാമ്പത്തിക നിർണയവാദം എന്ന് പറയാം. അതൊന്നും ഇമ്പോർട്ടൻ്റ് ഉള്ള ടോപ്പിക്കല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഈ ഒരു പാട്രിക് ഗാർഡനർ എന്നൊരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു ഗ്രന്ഥമാണ് ചരിത്രത്തിൻ്റെ സിദ്ധാന്തങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കോട്ട് നോക്കുക, അടുത്ത കോട്ട് ഈ ഒരു കാൾ മാർക്സിനെ പറ്റി അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചരിത്രപരമായ ഭൗതികതയെ പറ്റിയൊക്കെ പരാമർശിക്കുന്ന ഒരു കോട്ടാണ്. അതിങ്ങനെയാണ്: സാമ്പത്തിക സാങ്കേതിക ഘടകങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നടത്തിയ വിശകലനത്തിലൂടെ മാർക്സ് ഫലത്തിൽ ചരിത്രത്തിൻ്റെ ഭൂപടം മാറ്റി വരയ്ക്കുകയായിരുന്നു. അതായത് അന്ന് വരെ ഉണ്ടായിരുന്ന ഒരു ചരിത്രത്തിൻ്റെ ആ ഒരു രചനാശാസ്ത്രം അല്ലെങ്കിൽ എന്താണ് ആ ഒരു ചരിത്രം എങ്ങനെയാണ് രചിച്ചത് അതിൻ്റെ ഒരു സ്റ്റൈല് അത് മാറ്റിമറിക്കാൻ ആർക്ക് സാധിച്ചു? ഈ ഒരു കാൾ മാർക്സിന് സാധിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇനി ഈ ഒരു ടോപ്പിക്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ഇനി നമ്മുടെ ഈ ഒരു ക്ലാസ്സിൻ്റെ ശൈലിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അതും കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ലൈക്കും കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക് യു.